നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ, ഇപ്പൊ നമ്മൾ ആരും വിചാരിച്ചതുപോലെയല്ല CPM-ലെ കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മൾ വിചാരിച്ച പോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ന് പറയുന്നത് അത് അടിവരയിടുകയാണ്. ഈ സാധാരണ അണികൾ, ശ്രീ കെ എം ഷാജഹാൻ ഇക്കാര്യത്തിനകത്ത് വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ വരും, ഇനിയും പല കാര്യങ്ങളും താങ്കൾ കരുതിക്കൂട്ടി മനസ്സിൽ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മളുടെ മുൻപുള്ള വീഡിയോകളിലും പറയുകയും ചെയ്തു. അതുപോലെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ്. എന്തിന്, CPM-ന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് പോലും പിണറായിക്കെതിരെ തല പൊക്കി തുടങ്ങിയിരിക്കുകയാണ്. കൊല്ലത്തുണ്ടായിരിക്കുന്നത്, പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെ ഓരോ ഇടങ്ങളിലും. അത് കൂടാഞ്ഞിട്ട് ഘടകകക്ഷികൾ ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് CPI-യില് ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇടതുപക്ഷം സ്വയം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ഈ എതിരാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് പ്രതിപക്ഷത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ വളരെ ശുദ്ധമായിരിക്കണം. ആ ഭാഷ ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നത് ആരെക്കുറിച്ച്? പിണറായിയെ കുറിച്ച് തന്നെയാണ്. ഇത് തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിലും പലയിടങ്ങളിൽ നിന്നും ഉണ്ടായത്. മൈക്കിനോട് ക്ഷോഭിച്ചതും അവതാരകയോട് ക്ഷോഭിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ജനം വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ളതല്ലേ? അല്ല വിജാത്, അതായത് നമ്മളൊരു പക്ഷെ ഈ നടത്തുന്ന ചർച്ച ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ അടിമുടി നമ്മളെ എല്ലാവരും പുച്ഛിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ അനുഭവം തന്നെ എടുത്തു നോക്കുക. ഞാൻ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി വളരെ കൺസിസ്റ്റന്റ് ആയി പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ദൈനംദിനം എന്നോണം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനും. പക്ഷെ ഞാനൊക്കെ നേരിട്ടിരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും മാറാൻ പോകുന്നില്ല. പിണറായി വിജയന്റെ അപ്രമാദിത്വം, അയാളുടെ ഏക ഛത്രാധിപത്യം, ഇത് എന്നേക്കുമുള്ളതാണ്. ഇതൊന്നും ഒരു മാറ്റത്തിനും വിധേയമാകാൻ പോകുന്നില്ല. ഇനി അയാൾ മാറിയാൽ അയാളുടെ മരുമകൻ മുഖ്യമന്ത്രി എന്നാണ് എന്നോട് ഒരുപാട് ആളുകൾ, എന്റെ വളരെ വേണ്ടപ്പെട്ടവർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞിരുന്നതാണ്. അതിന് കാരണമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു 10 കാലമായി അയാളുടെ അപ്രമാദിത്വമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. 2014 രാജിവെക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വന്നു. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉപകരണമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തപ്പോൾ തിരിഞ്ഞായി. മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ളത് വന്നു. പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ തുടരേണ്ടി വന്നത്. അതിനുശേഷം MP ഗോവിന്ദൻ മാസ്റ്റർ വന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ വന്ന സമയത്ത് എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ പിണറായി വിജയന്റെ വിശ്വസ്തനല്ല, വിശ്വസ്ത വിനീത വിധേയനാണ് MP ഗോവിന്ദൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പിണറായി വിജയനെ മാത്രമല്ല, അയാളുടെ മകളെയും കുടുംബത്തിനെയും അവരെ എല്ലാവരെയും ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് MP ഗോവിന്ദൻ പോയി. പിണറായി വിജയന്റെ അപ്രമാദിത്വം അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടു. പാർട്ടിയിലും ഉറപ്പിക്കപ്പെട്ടു, ഗവൺമെന്റിലും ഉറപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പിണറായി വിജയൻ ആയിരിക്കും എല്ലാ കാലത്തും ഇതിന്റെ നേതാവ്. അതല്ലെങ്കിൽ അയാളുടെ മരുമകനായിരിക്കും. ഒരുപക്ഷെ പാർട്ടി തീരുമായിരിക്കും. പക്ഷെ തീരുമ്പോൾ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമോ പാർട്ടിയുടെ സ്വാധീനം പാർട്ടി തീരുമ്പോൾ പിണറായി വിജയന്റെ കയ്യിലായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞുകൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു 2-3 അല്ലെങ്കിൽ 1-2 ആഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു 15-20 ദിവസക്കാലം റിസൾട്ട് വന്നതിന് ശേഷം, അതെ, നമ്മളിപ്പോ കാണുന്നത് എന്താ? നമ്മളിപ്പോ കാണുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, CPM-ന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CPM-നകത്ത് ഇതിനു മുമ്പ് ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. 2 ചേരികൾ തമ്മിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 80-കളിൽ CATU പക്ഷവും BS പക്ഷവുമായിരുന്നു. അതിനുശേഷം BS പക്ഷവും പിണറായി പക്ഷവുമായിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് എന്താ? 2 പക്ഷത്തും ആളുകൾ നിലയുറപ്പിക്കും. 2 പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 2 പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ ഉണ്ടാക്കും. 2 പക്ഷവും പാർട്ടി കമ്മിറ്റിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുമ്പോഴും 2 പക്ഷത്തും ആളുകൾ ഉണ്ടായിരുന്നു.
ഇപ്പൊ CITU BS പക്ഷത്തായിരുന്നെങ്കിൽ BS-ന്റെ കൂടെയുള്ളവരും തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് ബാലാനന്ദനും KN രവീന്ദ്രനാഥും MM ലോറൻസിനെ പോലുള്ളവർ, അപ്പൊ രണ്ട് പക്ഷത്തും ആളുകളുണ്ടായിരുന്നു. VS പക്ഷം പിണറായി പക്ഷം നിന്ന സമയത്ത് പോലും VS പക്ഷത്ത് ആളുകളുണ്ടായിരുന്നു. PK ഗുരുദാസൻ ഉണ്ടായിരുന്നു, മേഴ്സിക്കുട്ടിയമ്മ, അങ്ങനെ ഒരുപാട് പേര്, ചന്ദ്രൻപിള്ള ശർമ്മ പോലുള്ള ആളുകൾ അപ്പുറത്ത്. ഇപ്പുറത്ത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി TP ജയരാജൻ, MV ജയരാജൻ, മറ്റേ P ജയരാജൻ. അപ്പൊ ഈ രണ്ടു പക്ഷത്തും ആളുകൾ നിലയുറപ്പിച്ചിരുന്നു. അതാണ് CPM-ന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി CPM-ലെ ഏകഛത്രാധിപതിയായിരുന്ന, തന്റെ കൂടെ മുഴുവൻ ആളുകളെയും നിലനിർത്തിയിരുന്ന പിണറായി വിജയനെ ഇപ്പം ഒന്ന് പിന്തുണയ്ക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഒരാള് പോലും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു ടോട്ടൽ ടേൺ അറൗണ്ടാണ്. ടോട്ടൽ ടേൺ അറൗണ്ട്. അതായത് 0-100 ആയിരുന്നെങ്കിൽ ഇപ്പൊ 100-0 എന്നുള്ള നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. MV ജയരാജന് സമസ്താപരാധം പറയേണ്ടി വരികയാണ്. ഞാൻ ഇത് മാറ്റാം. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജില്ല. കോഴിക്കോട് ജില്ലയായിക്കോട്ടെ, തൃശ്ശൂർ ജില്ലയായിക്കോട്ടെ. തൃശ്ശൂർ ജില്ല എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയന് പരിപൂർണമായി ആധിപത്യം ഉണ്ടായിരുന്ന ജില്ലയാണ് തൃശ്ശൂർ. ആ ജില്ലയിലായിക്കോട്ടെ, പത്തനംതിട്ട ജില്ലയിലായിക്കോട്ടെ, കൊല്ലം ജില്ലയിലായിക്കോട്ടെ, എല്ലായിടങ്ങളിലും പിണറായി വിജയന് വേണ്ടി വാ തുറക്കാൻ ഒരാള് പോലുമില്ല എന്നുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോൾ എന്താണ് CPM-നകത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള സംശയലേശമന്യുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. അവിടെയാണ് അതായത് ഷാജഹാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയിടത്താണ് ജനം ബാക്കി പൂരിപ്പിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തായിരിക്കും? കാരണം ഇനി 18 മാസ കാലയളവ്. ഈ കാലയളവിനുള്ളിൽ പാർട്ടിയെ ഏത് തരത്തിൽ തിരുത്തിക്കൊണ്ടുവരും? അതിനിടയ്ക്ക് MP ഗോവിന്ദൻ പറയുന്നുണ്ട് ശൈലി മാറുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന എന്ത് മാറ്റമായിരിക്കാം? രാഷ്ട്ര നേതൃതലത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറും, പകരം ശൈലജയെ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച മറ്റു പലരും പറയുന്ന കാര്യം, മരുമകനെ മുഖ്യമന്ത്രിയായി കാണണമെന്ന്, അഭിഷേകം ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനകത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നതേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പല പല കാരണങ്ങളുണ്ട്. അതിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞു, അയാൾക്കെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാക്കിക്കൊണ്ടുവന്നതെല്ലാം പോളിറ്റ് ബ്യൂറോയുടെ ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒക്ടോബർ വരെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. അതിന്റെ ബഹുജന കൂട്ടായ്മ ഒക്ടോബർ വരെ എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്ട് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ CPM-ന്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ CPM-ന്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ 2025 ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് പിണറായി വിജയനെതിരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സമഗ്രമായിട്ടുള്ള വിമർശനത്തിന്റെ കെട്ട് പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റിയും അഴിച്ചു വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ വിമർശനം താഴെത്തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിണറായി വിജയനെതിരെ നിയന്ത്രണമില്ലാതെയുള്ള വിമർശനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായി ഇത് അവിടെ പ്രതിഫലിക്കും. അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ വെച്ച് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയോട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചു. മണികണ്ഠൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, 8 വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണല്ലോ, ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വലിയ വിമർശനം നടക്കുകയാണല്ലോ, CPM-ന്റെ മുഖ്യമന്ത്രിയെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അങ്ങേക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അതെ എന്ന് പറഞ്ഞാണ് തുറന്നത്. പറഞ്ഞാൽ മാറ്റുമെന്നല്ല, അതെ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്, വലിയ നിരാശാജനകമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു, ഇതൊന്നും അല്ല കേരളത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അതുകൊണ്ട് സ്വയം വിമർശനം അനിവാര്യമാണ്, അത് ഞങ്ങൾ നടത്താൻ പോവുകയാണ്. 28 മുതൽ 30 വരെയുള്ള
കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് മാത്രമേ ഇതിൽ ഒരു സ്പഷ്ടീകരണം വരുത്താൻ കഴിയൂ എന്നാണ് സീതാറാം യെച്ചൂരിയുടെ മറുപടി. ചോദ്യം എന്തായിരുന്നു? ചോദ്യം മുഖ്യമന്ത്രിയെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ആദ്യത്തെ നിഷേധം അങ്ങനത്തെ ചർച്ചയേ ഇല്ല, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് പറയേണ്ടതിന് പകരം മുഖ്യമന്ത്രിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് നിഷേധിക്കുന്നു പോലുമില്ല ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പോ ഇതിൽ നിന്നൊക്കെ ഉള്ള സന്ദേശങ്ങൾ വളരെ ക്ലിയറാണ്. ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിയുമ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ്. ഭരണവിരുദ്ധ വികാരമാണെന്നുള്ളത് ഇപ്പൊ തന്നെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു. അത് താഴത്തേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരാനൊരു സാധ്യതയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതിശക്തമായി ഇതിനനുസൃതമായി അവിടെ സംസാരിക്കുന്നുള്ള ഉറപ്പാണ്. 10-12 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതായത് തോമസ് ഐസക് ഉണ്ട്, ഈ പറഞ്ഞ ഇളമരം കരീമുണ്ട്, കെ രാധാകൃഷ്ണനുണ്ട്, കെ എൻ ബാലഗോപാലുണ്ട്, കെ ശൈലജയുണ്ട്, CS സുജാതയുണ്ട്, PK ശ്രീമതിയുണ്ട്, തോമസ് ഐസക് ഉണ്ട്. ഇവരൊക്കെ തന്നെ അതിരൂക്ഷമായി പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ഉറപ്പാണ്. കാരണം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ നിലപാടാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായി ഈ റിപ്പോർട്ട് താഴത്തേക്ക് വരും. ഈ റിപ്പോർട്ട് അടിമുടി പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും. ഏറ്റവും താഴെത്തട്ടിൽ ഈ വിമർശനം എത്തി ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് പോകും. ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഈ വിമർശനം എടുക്കും. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ഈ വിമർശനം ലോക്കൽ കമ്മിറ്റികളിലേക്ക് വരും. ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് വരും. ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരികയും അടുത്ത സംസ്ഥാന സമ്മേളനത്തോടു കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മാറും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനു മുമ്പോ അതിന് തൊട്ട് പിമ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ മാറിയാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കും. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലാണ് ഏറ്റവും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വന്നത്. അതായത് ആഭ്യന്തരം ഒഴിയണം എന്നുള്ള വിമർശനം വന്നു. പാർട്ടിയിൽ കണ്ണൂർ ലോബി സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണെന്നുള്ള വിമർശനം വന്നു. പാർട്ടി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരെ മാറ്റിയത് ഒരു ഗൂഢാലോചനയാണെന്നുള്ളത്. അപ്പൊ ഏറ്റവും സമഗ്രമായിട്ടുള്ള വിമർശനം കൊല്ലം ജില്ലാ കമ്മിറ്റിയിലാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആരാ? പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബിയാണ്. MA ബേബി ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് മറുപടി പ്രസംഗം തുടങ്ങിയപ്പോൾ MA ബേബി എങ്ങനെ തുടങ്ങിയെന്നറിയോ? വളരെ മെച്ചപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ MA ബേബി അടി മുതൽ മുടി വരെ തെറ്റ് തിരുത്തും പറഞ്ഞാൽ അടി മുതൽ മുടി വരെ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ യുഗം അവസാനിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും മാറിയാൽ അത്ഭുതമില്ല. പുതിയ ഒരു പാർട്ടി നേതൃത്വം അടുത്ത സംസ്ഥാന സമ്മേളനത്തോടുകൂടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചത്. ഇത്രയും വിമർശനങ്ങളൊന്നും ഏൽക്കാനുള്ള സഹിഷ്ണുതയുള്ള ആളല്ല പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. അത്രയും നാള് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അതിനു മുമ്പായിട്ട് തന്നെ രാജിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഉപാധി ഉണ്ടായിരിക്കില്ലേ? ഇല്ല, അതിനകത്ത് രാജി എന്നല്ല ഞാൻ പറഞ്ഞത്. CPM-നകത്ത് രാജിയില്ല. പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു ആരോഗ്യ കാരണം. അതായത് പിണറായി വിജയൻ അസഹിഷ്ണുതയുടെ ഒരു തലതൊട്ടപ്പനാണ് എന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അത് പറഞ്ഞു. ഇപ്പോൾ തന്നെ അയാളുടെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഭരണവിരുദ്ധ വികാരമാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞു. മറ്റേ കൂർലോസിനെതിരായിട്ട് വിവരദോഷി എന്ന് പറഞ്ഞു. പാർട്ടിയിൽ ഇത് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ള ചർച്ച നടന്നതിന് ശേഷവും മുസ്ലിം ലീഗിനെ വിമർശിക്കുകയും ക്രിസ്ത്യാനികളെ വിമർശിക്കുകയും ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപതയും രംഗത്ത് വന്നിട്ടുണ്ട്. അതെ. അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അസഹിഷ്ണുതയുടെ രാജാവാണ് അയാൾ, അതിന്റെ തലതൊട്ടപ്പനാണ് അയാൾ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും ഇല്ല എനിക്കിപ്പോഴും. പക്ഷേ പാർട്ടിയിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ അസഹിഷ്ണുതയ്ക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, അതൊന്നും നിലനിൽക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളുടെ അസഹിഷ്ണുത ഇത്രയും നാൾ നിലനിൽക്കാൻ കാരണം എന്തായിരുന്നു വിജയനാഥൻ? എല്ലാ തലങ്ങളിലും ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും അയാളുടെ ഒപ്പമാണ് നിന്നിരുന്നത്. പാർട്ടി മന്ത്രിമാരെല്ലാം അയാൾ നിയമിച്ചവരാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളവർ അയാൾ നിയമിച്ചവരാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഭൂരിപക്ഷം പേരും അയാളുടെ ആളുകളാണ്.
പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരെല്ലാം ബഹുഭൂരിപക്ഷം അയാളുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് അഹങ്കാര അസൂക്ഷ്മത കാണിച്ചാലും ആരും ഒന്നും പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പൊ പാർട്ടി അയാളുടെ കൂടിയില്ല, ഇപ്പൊ പാർട്ടി കേന്ദ്ര നേതൃത്വം അയാളുടെ കൂടിയില്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അയാളുടെ കൂടിയില്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അയാളുടെ കൂടിയില്ല, ജില്ലാ കമ്മിറ്റി അയാളുടെ കൂടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അസഹിഷ്ണുത അയാൾ കാണിച്ചാൽ ആ അസഹിഷ്ണുത അയാൾക്കെതിരായിട്ടേ വരൂ. അതിന് ഉദാഹരണമാണ് എല്ലാ ജില്ലാ കമ്മിറ്റിയിലും. ഇപ്പൊ വിജയാനന്ദൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിനോട് പറയുന്നു, അവതാരകയോട് പോലും പിന്നെ രൂക്ഷമായി സംസാരിക്കുന്നു, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉയർത്താൻ വന്നവരെ ജീവൻ രക്ഷ. അപ്പൊ ഇപ്പൊ തന്നെ അയാളുടെ അസഹിഷ്ണുത അയാളുടെ ഏറ്റവും മോശം ഒരു സ്വഭാവ സവിശേഷതയായി പാർട്ടിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ പാർട്ടി നേതൃത്വം അയാൾക്കെതിരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിന് അനുസൃതമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അയാൾക്ക് വേറൊരു വഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് അയാൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു, ഏതാണ്ട് തീർത്തും ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം അറിഞ്ഞത്, അതായത് എം വി നികേഷ് കുമാറെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി രംഗത്ത് വരാൻ പോകുന്നു. എന്നിട്ട് നികേഷ് കുമാറിലൂടെ ഈ മാധ്യമങ്ങളെ മുഴുവൻ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം പിണറായി ആവിഷ്കരിക്കുന്നു. അതായത് മാധ്യമങ്ങളുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുതരം ഒരസലുണ്ടല്ലോ, അത് മാറ്റി നല്ലൊരു പ്രതിച്ഛായയിലേക്ക് കൊണ്ടുവരിക, വേണമെന്ന് വിചാരിച്ചാൽ പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷിനെ രംഗത്തിറക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഒരു വൃത്താന്തം, ഒരു പിന്നാമ്പുറ വർത്തമാനം നിൽക്കുന്നുണ്ട്. അല്ല വിജയ, ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പാർട്ടി ആലോചിക്കുന്നു എന്നുള്ളതല്ല. പാർട്ടി ആലോചന ഒന്നുമില്ല. ഇപ്പൊ പാർട്ടിയും പിണറായി വിജയൻ രണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ നീക്കവും കൂടെ നടത്തിയാൽ കുറച്ചുകൂടെ മുങ്ങാനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അങ്ങ് മുങ്ങി താഴും എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്ലസ് ആയിട്ടൊന്നും വരാനില്ല. കാരണം കേരളത്തിൽ എല്ലാ മേഖലയിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നികേഷ് കുമാർ. അയാൾ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അവിടെ അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. അയാളുടെ സ്വന്തം അച്ഛനെ വഞ്ചിച്ചവനാണ്. CPM-കാരുടെ ആക്രമണത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയിരുന്ന UDF-കാരെ വഞ്ചിച്ചവനാണ്. അയാൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് CPM-ന് വേണ്ടി അയാൾ നടത്തിയിരുന്ന പണികൾ എന്തായിരുന്നു എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് മാധ്യമ ഉപദേഷ്ടാവായി നികേഷ് കുമാറിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയേ ഉള്ളൂ. മുങ്ങിത്താഴുന്ന കപ്പലിലേക്ക് നികേഷ് കുമാർ ചാടി കയറിയിരിക്കുന്നു. നികേഷ് കുമാറും ഈ പിണറായി വിജയൻ എന്ന കപ്പലും അധികകാലം താമസിയാതെ മുങ്ങിത്താഴും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു നേട്ടവും പിണറായി വിജയൻ പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല.